സംഭവം തന്നെയാണ് കേട്ടോ. അത് അന്ന് വോട്ടാണല്ലോ അല്ലേ, അങ്ങനെ ഇതാക്കണം ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ഉണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതാക്കണം വോട്ടൊക്കെ ചെയ്തിട്ട് കുഴങ്ങി മറിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് ഒരു 2-2.5 മണിക്കൂറോളം ഇതാക്കണം ക്യൂ നിന്നാണ് ഞാനും ചെയ്തിരിക്കണം ഒരു വോട്ട്. അപ്പോൾ വോട്ട് എന്ന് പറയുന്നത് നമ്മളൊരു അവകാശമാണല്ലോ അല്ലേ, ഏതൊരു മനുഷ്യൻ്റെയും കടമയും കൂടിയാണ് വോട്ട് ചെയ്യുക, വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ കടമയാണല്ലോ അല്ലേ. അങ്ങനെ ഒരു കടമ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ കുറച്ച് ഞാൻ വീഡിയോ ഇതാണ് തട്ടി കൂട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്നൊന്നും അറിയില്ല, കാരണം ഇതാക്കണ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം പേപ്പർ വന്നപ്പോഴും പേപ്പറിൽ ഇതൊക്കെ തന്നെയാണ് പറയണത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ്, ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും ഇതൊക്കെ തന്നെയാണല്ലേ പറയുക, അവനാൻ്റെ കാര്യങ്ങളല്ലേ ഏറ്റവും ഭയങ്കര വലുത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടീനാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഒക്കെ വോട്ട് ചെയ്യട്ടോ. അതിപ്പോൾ നമ്മൾ പരസ്യമാക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഇതാക്കണ് എൻ്റെ ഒരു രാവിലത്തെ ഒരു കാര്യപരിപാടിയാട്ടോ. ഇന്നിപ്പോൾ നീച്ചപ്പോൾ തന്നെ നേരം 7-7:30 കഴിഞ്ഞിരിക്കണം കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ ഇന്ന് മൂപ്പർക്ക് പണിയില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കും മക്കൾക്കും ഇതാക്കണം സ്കൂളും ഇല്ല. പിന്നെ അപ്പോൾ എന്തിനാ അപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് നീക്കണതെന്ന് ഞാൻ വിചാരിച്ചാൽ അങ്ങോട്ട് കടന്നു കേട്ടോ. ഞാൻ എല്ലാവരും കൂടിയാണ് കടന്നത്. എല്ലാവരും നീച്ചപ്പോൾ ഇതാക്കണം 7:30-8 മണിയോടെ അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നീച്ച് ഇതാക്കണം ഒരു 8 മണിയായപ്പോൾ പിന്നെ പല്ലൊക്കെ തേച്ച് മുറ്റടിച്ച് വരാൻ നിന്നപ്പോഴാണ് അയലോക്കത്തെ താത്ത പറഞ്ഞത്, ഇഞ്ഞും നിങ്ങളെ നീച്ചിട്ടില്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചു നിങ്ങളെ. കാരണം ഇത്രയും നേരമായിട്ട് നീക്കാതെ തന്നിട്ടുണ്ട്. കണ്ടപ്പോൾ ഓലൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര നേരം വരെയൊക്കെ ഒന്ന് കിടക്കണത്. കടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫോണുമേലൊക്കെ തോണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇതാക്കണ പിന്നെ നമ്മളിതാ വേഗം നീച്ച് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ ചായക്ക് കടി അറിയുന്ന അവിലാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ രാവിലെ നീക്കാത്തത്. ചായക്ക് കടി ഉണ്ടാക്കണ്ട, ചായ മാത്രം ഉണ്ടാക്കി. പിന്നെ അവിലും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മൂപ്പരുണ്ടെങ്കിൽ ഇതാക്കണേ നമ്മൾ പറമ്പിലാണ് വന്ന് കുളിക്കൽ. ഇവിടെയാണെങ്കിൽ നല്ല സുഖമാണ്, നല്ല വെള്ളമാണ് കേട്ടോ. അവിടുത്തെ മേലത്തെങ്കാട്ടും നല്ലൊരു സുഖമാണ് പറമ്പിലിട്ട് തച്ച് തിരുമ്പ് അറിയണത്. അപ്പോൾ അവിടേക്ക് പോരുകയാണ്. അപ്പോൾ മൂപ്പരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ, കുറച്ച് ദൂരമാണല്ലോ. അങ്ങനെ ഇതാക്കണം ഞാൻ വേഗം കൊണ്ട് തിരുമ്പാൻ ഇറങ്ങട്ടെ, കുറേ പണിയുണ്ട്. മക്കളും നീച്ചിട്ടില്ല, ഇതുവരെ മക്കൾ നീച്ചിട്ടില്ല. ഓല് ഉറങ്ങി തന്നെയാണ്, അവിടെ കടന്ന് ഉറങ്ങിക്കോട്ടെ അല്ലേ. എന്താ അപ്പം നീച്ചിട്ട് വേറെ എവിടേക്കും പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓൾക്ക് വോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മകനുണ്ട് കേട്ടോ, ഫസ്റ്റത്തെ വോട്ടാണ് ഇവിടെ. അപ്പോൾ കണ്ണൻ ഇതാക്കുന്ന കന്നി വോട്ടാണ് കേട്ടോ. അപ്പോൾ ഓന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിലാണ് വോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനും തന്നെ വേഗം കുളിക്കട്ടെ എന്ന് വിചാരിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറും കൂട്ടാനും വെച്ചിട്ട് ആക്കാൻ പോലെ അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയല്ല, അപ്പോൾ പള്ളീൻ്റെ നേരത്ത് പോയാൽ കുറച്ച് തിരക്കൊഴിവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ചിന്താഗതി ആയിക്കാരം എല്ലാവർക്കും ഉണ്ടാകല്ലേ, എല്ലാവരും ഇതാക്കണ പള്ളീൻ്റെ നേരത്ത് പോയാൽ തിരക്കൊയ്യുമല്ലോ വിചാരിച്ച് നിൽക്കണവരേക്കാരം. അപ്പോൾ ആ ഒരു ചിന്താഗതിയും കൊണ്ടാണ് ഞാനും നിന്നത്. അപ്പോൾ വേഗം തിരുമ്പി കുളിച്ച് കഴിഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ, ഒന്ന് ഏറെ ഒരു ചൂടുണ്ടെന്ന് തോന്നുന്നുണ്ട്. രാവിലെ തന്നെ ഭയങ്കര വെയിൽ, കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ തലയൊക്കെ കറങ്ങി കൊഞ്ഞാടിയിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ കുറേയൊക്കെ വയസ്സന്മാരൊക്കെ ഇതാക്കണ രാവിലെ പോകുകയാക്കാരം നല്ലതില്ല, തിരക്കില്ലാത്തപ്പം പോകുകയാക്കാരം വോട്ടൊക്കെ ചെയ്യാൻ നല്ലതില്ലെങ്കിൽ വൈകുന്നേരത്ത് പോകുകയാക്കാരം നല്ലതല്ലേ. അപ്പോൾ ചെയ്യൽ നിർബന്ധമുണ്ട്. അതിപ്പോൾ നമ്മളൊരു അവകാശം, നമ്മളൊരു കടമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ട് അമ്മക്ക്. ഇതാക്കണത് ആശുപത്രിയിൽ അനിയത്തി പ്രസവിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ ഒന്ന് പോയി കാണണമെന്നുണ്ട് വൈകുന്നേരം വോട്ടൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ വൈകുന്നേരത്ത് പോകണം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം പോയി പുഴയ്ക്ക് പോന്നാൽ മതിയായിരുന്നു, ഇത്രയും നേരം ഈ ഒരു വെയിലത്ത് പോരണ്ടെന്നൊക്കെ വിചാരിച്ചൊന്നും ആദ്യം. അതിലാണ് പിന്നെ ഇതാക്കണം കുട്ടീനെ കാണാൻ പോകണമല്ലോ, അങ്ങനെ ഒരു പതിവുണ്ടല്ലോ അല്ലേ. പ്രസവിച്ച് കഴിഞ്ഞാൽ വേഗം ആശുപത്രിയിൽ ചെന്നിട്ട് കുട്ടീനെ കാണുക എന്ന് പറയുന്നത് അതൊരു വേറൊരു രസമാണ് കേട്ടോ. അപ്പോൾ എവിടേക്ക് ഇറങ്ങണമെങ്കിലും വേണം നമുക്ക് വോട്ട് അങ്ങോട്ട് കഴിയട്ടെ. നമ്മൾ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊന്നുമല്ല, വോട്ടിൻ്റെ ആ പരിപാടിയാണ് കഴിഞ്ഞാലല്ലോ ഒരു സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് കഴിയണമെങ്കിൽ ഇതാക്കണത് ഈ ഒരു പണി ആദ്യം തീർക്കണമല്ലേ. ഈ തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ടാണ് അടുക്കളയൊക്കെ പരിപാടി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നും മൊത്തത്തിൽ ഇതാക്കണം അവിലും ചായയല്ലേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല പൈപ്പ് ഉണ്ടാവും കേട്ടോ, രാവിലെ തന്നെ അവിലും ചായയും സിമ്പിൾ കടിയല്ലേ കൂട്ടിനുള്ളൂ. അപ്പോൾ അതാക്കണ് വേഗം അടുത്ത ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല ഉസാറായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പൈപ്പ് വകണ് ഭയങ്കരമായിട്ട് തലയിൽ കയറും. അതുകൊണ്ട് വേഗം നല്ലൊരു ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും കുളിയും തേവാറൊക്കെ കഴിഞ്ഞ് എല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ പോയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഉള്ളു ഇപ്പോൾ പുഴയിൽ മേലക്ക് നോക്കി അവിടെയൊന്നും ആൾക്കാരില്ല കേട്ടോ, എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തട്ടിപ്പടഞ്ഞൊന്ന് കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണ നമ്മളെ പാറമ്മലാകുമ്പോൾ ഒരു സുഖമാണ് തിരുമ്പി കുളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാക്കണ നമ്മൾ അലക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കട്ടെ, ചോറിന് വെള്ളം വെച്ചാണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാണ്. അപ്പോൾ രാവിലെ നമ്മൾ ചായ കുടിച്ചപ്പോൾ അവിൽ കുഴച്ച് വെച്ചതായിരുന്നു കേട്ടോ, തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ കുഴച്ച് വെക്കൂലേ, അപ്പോൾ അങ്ങനെ വെച്ചതായിരുന്നു തിന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഇപ്പോൾ നമ്മൾ പുഴയിലൊക്കെ പോയി വന്നപ്പോൾ ആ പരിപാടി കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ വേഗം ഇതിൽ ചായയിലിട്ട് കുടിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനെന്താ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഷോർട്ട് എടുക്കണ ഇടയിൽ ഞാൻ പിന്നെ മറന്നു, ഉച്ചക്കത്തെ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ അത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ ആ ചായയിൽ അവിലൊക്കെ മുക്കിയിട്ടാണ്ട് നനച്ച് അങ്ങനെ തിന്നുകണ്ടോ, നല്ല രസമാണ് അങ്ങനെ തിന്നാനായിട്ട്. അവിലിങ്ങനെ നനച്ച് പുതിർത്ത് തിന്നാനൊക്കെ എന്തോ രസമല്ലേ. കുറച്ച് തേങ്ങയും ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാൽ ഉഷാറായി, പരിപാടി ഉഷാറായി. അപ്പോൾ മക്കൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വൈബ് ഇത്തിരി കൂടുന്നുള്ളൂ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചോറിന് ഞാൻ അരി ഇട്ടിക്കണം കേട്ടോ. അപ്പം സംഭവം എന്താ വെച്ചാൽ നമ്മളെ ഗ്യാസ് കഴിഞ്ഞിരിക്കണം കേട്ടോ. ചായ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ നമ്മളെ ഗ്യാസ് കഴിഞ്ഞിരിക്കണമെന്ന ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ ഫുള്ള് അടുപ്പത്തേക്കാരം, ഇനിയൊരു ആഴ്ച കഴിയും നമുക്ക് ഗ്യാസ് കിട്ടാനായിട്ട്. അപ്പോൾ ഗ്യാസിന് കൊടുക്കണമല്ലോ, കുറഞ്ഞത് 1000 ഉറുപ്പ്യെങ്കിലും കൊടുക്കണ്ടേ, ഒരു 900 ഉറുപ്പ്യെങ്കിലും കൊടുക്കണമല്ലോ ഗ്യാസിന്. അപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, നാളെ മറ്റന്നൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേന്നു. അങ്ങനെ വെയിൽ നല്ല മൂത്ത് തുടങ്ങിയിരിക്കണില്ലേ. ഇന്ന് പെരും വെയിൽ പറഞ്ഞാൽ പെരും വെയിലാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കട്ടെ, കുഞ്ഞാറ്റ തുടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഓള്. അപ്പോൾ മറ്റോളോട് ഞാൻ വേഗം പാത്രം കഴുകിക്കോ, ഇനിയിപ്പോൾ ഞാൻ കയ്യുമ്മലാക്കണില്ല, ഇജ്ജ് പാത്രം കഴുകിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞാൻ അടിച്ചു വരാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ പണി ഇന്ന് അടിച്ചു വാരലാണ്. ഞാൻ അടിച്ചു വാരിയ ഓള് തുടക്കാനും നിന്നാൽ മറ്റോള് പാത്രം കഴുകുന്നുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് പണി തീർക്കാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഈ അടിച്ചുവരലും തുടക്കലും എപ്പോഴും നമ്മൾ എടുക്കണ പണി തന്നെയല്ലേ, ഒരു മാറ്റമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ സ്ഥിരം പരിപാടി, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങൾ ഉണ്ടാകാൻ ടൂറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്ത മാസം ടൂറും കല്യാണം കളവാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്, ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ആക്കും പോലൊക്കെ ചെയ്യാം. ഈ ഒരു മാസം അങ്ങനെ തീരട്ടെ അല്ലേ. അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനും വെക്കലും താളിപ്പും അതേമാതിരി പുഴയും തോടും കാടും മേടൊക്കെ ആയിട്ട് ഈ ഒരു മാസം അങ്ങനെ തീരട്ടെ. അടുത്ത മാസം ഏതായാലും ഉഷാറായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കല്യാണമാണെന്ന് പറഞ്ഞല്ലോ, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണം, അങ്ങനത്തെ ഒരുപാട് പണികളുണ്ട്. ഒക്കെ അമ്മായിൻ്റെ കുട്ടികളെ കല്യാണം, വല്യച്ഛൻ്റെ മകൻ്റെ കല്യാണം, അങ്ങനെ ഒരുപാട് കല്യാണങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ടൂറും കൂടി ഉണ്ട്, നമ്മളെ ക്ലബ്ബ് വക ഒരു ടൂറും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ച് ഉത്സാഹത്തിൽ നിൽക്കുകയാണ് ഞാൻ. നമുക്ക് എന്തെങ്കിലും ഒരു വീട് കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ കാരണം പറയുകയാണെങ്കിൽ എന്നും നമ്മൾ വീഡിയോ ഇടുന്ന ആളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു ഇടങ്ങേറുണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നൊരു ഒരു മനസ്സിലൊരു ഇടങ്ങേറായി. കാരണം എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ ഇടക്കും തലക്കും കമൻറ്റ് ഇടുന്നുണ്ടല്ലോ, അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റിൻ്റെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റ തുടക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. അങ്ങനെ 2 പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ പാത്രം കഴുകലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറിൽ വേഗം ഊറ്റിയൊക്കെ വെച്ച് ഇനിയിപ്പോൾ വേഗം കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് മണ്ടി ചെന്ന് ഗ്യാസുമ്മക്ക് തന്നെയാണ് കേട്ടോ പോണത്. ഗ്യാസ് കഴിഞ്ഞത് ഓർമ്മയിലില്ല തന്നെ. അപ്പോൾ രാവിലത്തെ ഒരു പരിപാടിക്ക് ഗ്യാസ് വേണം തന്നെ അല്ലേ. ഗ്യാസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല. അടുപ്പത്ത് എത്ര വെച്ചിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ പണ്ടൊന്നും ഗ്യാസൊന്നും ഉണ്ടായിട്ടൊന്നല്ലേന്ന്, എന്നാലും അങ്ങനെയല്ലല്ലേ. ഇപ്പോഴത്തോൽക്ക് സൗകര്യം കൂടിയിട്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല പണ്ടുള്ളവർ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വാർത്ത് വെച്ചിക്കണ്. നൂറ്റാല്ല നേരമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വേഗം വാർത്ത് വെച്ചിക്കണ് കേട്ടോ. പിന്നെ ഈ ഒരു ചൂടിൻ്റെ നല്ല ചൂടാണല്ലോ, ചോറ് വേഗം കേടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ അരി ഇട്ടിട്ടാണോന്നും അറിയില്ല. അപ്പോൾ ആകെല്ലാം ഒരു കുഞ്ഞിച്ചെമ്പാണ്, പിന്നെ ഒരു അലാക്കിൻ്റെ ഒരു ചെമ്പുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒന്നിൽ വെച്ചാൽ ഏറും ചെയ്യും, ചെറുതിൽ വെച്ചാൽ തികയൂല പറഞ്ഞില്ല, അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ തിങ്ങിപ്പൊട്ടി ഇങ്ങനെ നിന്നിട്ടാണോ ഇനി കേട് വരുന്നതെന്നൊരു സംശയം കൂടി ഉണ്ട്. പിന്നെ ഒരാൾ പറഞ്ഞെന്ന് കുഴൽക്കിണർത്തെ വെള്ളമാണെങ്കിൽ ചോറ് വേഗം കേട് വരും പറഞ്ഞെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതുവരെയൊക്കെ ഉണ്ടായിട്ടില്ല. നമ്മളെ കിണർ കുത്തിയിട്ടേക്ക് തോന്നുന്ന ഒരു 5-6 കൊല്ലമൊക്കെ ആയിക്കണെന്നുള്ളത്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഈ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ. 1.5 ലക്ഷം മുടക്കാണ്ട് ആ ഒരു കിണറുണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ വേറെ പഞ്ചായത്തിൻ്റെ വെള്ളം എടുക്കണതിക്ക് മനസ്സിക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടോ. അപ്പോൾ അന്ന് മുതൽ നമുക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കിണറൊക്കെ കുത്തിയപ്പോൾ അത് ഒഴിവാക്കിയതാണ്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഈ ഒരു കുഴൽക്കിണർത്തെ വെള്ളം തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ആ ഒരു പാട പോലെ ഉണ്ടാവും ചായൻ്റെ മേൽക്കൂടെ അങ്ങനെ നിൽക്കുന്നത്. അല്ലാത്ത വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, വലിയ രസമൊന്നുമില്ല വെള്ളം കുടിക്കാനായിട്ട്. ചോറിനൊന്നും വിഷയം ഉണ്ടായില്ല, പക്ഷേ ഈ ഒരു ചൂടായിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് വേഗം ഒരുങ്ങാൻ പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഓർഡർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരക്ക് കഴിയുമ്പോൾ ഒരുങ്ങിന്നോ ഞാനിങ്ങളിതാ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ നല്ല ഉസാറായിട്ട് വെയിലൊന്നും കൊള്ളാണ്ട് ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണൻ കന്നി വോട്ടുകാരനാണ് കേട്ടോ ഓന്. അപ്പോൾ ഫസ്റ്റത്തെ വോട്ടാണിത്.
അങ്ങനെ ഇതാക്കണം ഓട്ടോറിക്ഷയിലൊക്കെ പോയി നമ്മളിതാ സ്കൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളെ LP സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ വരിയോട് വരി പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ വരിയേ നിന്നു കേട്ടോ. കുറച്ച് ചോറൊക്കെ തിന്നിട്ടാണ് പോകുന്നത്. അല്ലാതെ ഈ ഒരു വരി നിൽക്കണമെങ്കിൽ നമ്മൾ സ്റ്റാമിന ഉണ്ടാവില്ല. അങ്ങനെ ഇതാക്കണം ഒരു മണിക്കറ്റേ പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുന്നത് 2:30-3 മണിയോടെ അടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിന്ന് അകപ്പാടങ്ങോട്ട് ആട്ടം മുട്ടിയായിരുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ മതിയെന്നായി പോയി അത്. അപ്പോൾ ഇത്തിരി ഒരു വീഡിയോ എടുത്ത് ഞാൻ. പിന്നെ ഈ ഒരു സോയാബീൻ രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ഒരു 3 മണി ഉച്ച കഴിഞ്ഞിട്ടാണ് സോയാബീൻ എത്തിയത്. അങ്ങനെ ഞങ്ങൾ നമ്മളെ കടമകൾ നിർവഹിച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓല കടമ ഓലാണല്ലോ നിർവഹിക്കേണ്ടത്. അപ്പോൾ നമ്മളെ കടമ നമ്മൾ നിർവഹിച്ചിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ പറയട്ടെ, നമ്മളെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള ഓലോട് പറയാം. ഓല നേടിത്തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വില വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ച് അങ്ങേ തലക്കൽ കൊണ്ട് എത്തിക്കണമില്ലേ. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് തലയിൽ ചുമന്ന് കൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാൻ രാഷ്ട്രീയം പറയാൻ എനിക്ക് അറിയില്ല, അതിനോട് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഓലോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഒരു കടമ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്. വീട്ടിൽ വന്നേരം പിന്നെ നല്ല ഉഷാറായിട്ടൊരു തണുത്ത വത്തക്ക വെള്ളം കൊണ്ട് ഉണ്ടാക്കി കുടിച്ചപ്പോൾ ഒരു മനസ്സെന്തൊക്കെയോ ഒരു ശാന്തമായിട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ നാളെ വരാം. ബൈ.